അഗ്രോ ഫാർമ എന്ന് പറഞ്ഞ മരുന്ന് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ബോധ്യപ്പെട്ട മരുന്നാണ്. കാരണം എൻ്റെ ഒരു അനുഭവഫലമാണ്. ഞാൻ പറഞ്ഞില്ലേ 50-60 തൈമരം ഉണ്ടായിരുന്നതിൽ ഇപ്പം ഞാൻ 3 വർഷമായി 21 തൊട്ട് ടാപ്പ് ചെയ്യുന്നു. അന്നോട്ടാണ് വേണ്ട ഉപയോഗിക്കാൻ തുടങ്ങി. അന്നോട്ട് ഇതുവരെ ഒരു 60 മരം നിൽക്കുന്നതിൽ ഒരു 2-3 മരത്തിലെ ഈ വർഷം ചീക്ക് കണ്ടിട്ടുള്ളൂ. ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ചീക്കെന്ന് പറയുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരത്തിലും ചീക്ക് വന്ന ഒരു സമയമുണ്ട്. വെച്ചൊരു 3 വർഷം കഴിഞ്ഞ് ഇപ്പം മൊത്തമായ മരത്തിലും ചീക്കിൻ്റെ ഇതുണ്ടായിരുന്നു. അതിന് നമ്മൾ ഓടമിശ്രിതം തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു എനിക്ക് ഈ വർഷം ഒരു മരത്തെ പോലും ഞാൻ ചീക്ക കണ്ടിട്ടില്ല. 1-2 ചെറിയ കൊമ്പുകളാണ് ഉണങ്ങി നിൽക്കുന്നത്. അല്ലാണ്ട് ഒരു കൂടുതൽ തടിച്ചീക്ക ഒന്നും വന്നിട്ടില്ല. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ടയിൽ SI ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പത്തനംതിട്ട DIG ക്യാമ്പിൽ. അപ്പോൾ അത്യാവശ്യം ലീവിന് വരുമ്പം വീട്ടിലത്തെ അത്യാവശ്യം കൃഷിപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഈ സ്ഥിരമായിട്ട് നമുക്ക് ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ വരുന്ന സമയങ്ങളിലുള്ള കൃഷികൾ ചെയ്യും. പിന്നെ ഈ റബ്ബർ ടാപ്പ് ഒരു 10-50 മൂട് റബ്ബറുണ്ട്. എനിക്ക് 1 മൂട് ജാതിയാണ് നിൽക്കുന്നത്. ആ ജാതിയിൽ നിന്ന് മാത്രം എനിക്ക് ഈ വർഷം തന്നെ ഒരു 5000 രൂപ 6000 രൂപയുടെ ആദായം 1 മൂടിൽ നിന്നേ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഒരു 5-6 മൂട് കൊടിയുണ്ട്. അതെല്ലാം സ്വന്തമായിട്ടാണ് കൃഷി കിട്ടുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റു പുറത്തുനിന്ന് ഒരാളെ നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു 3-4 വർഷം മുമ്പാണ് ഈ അഗ്രോ ഫാർമയുടെ ഒരു മരുന്നിനെക്കുറിച്ച് ഹോമിയോ മരുന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറുണ്ട് പുഞ്ചയിൽ. പുള്ളിക്ക് ആശുപത്രിയുണ്ട്, ഡിസ്പെൻസറി ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തെങ്ങിനുള്ള മരുന്നാണ് ആദ്യം തരുന്നത്. എനിക്ക് ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫലം നല്ല തെങ്ങിലൊരു സാധാരണ ഒരു തൈത്തെങ്ങലാണ് വെച്ചത്, ചെന്തെങ്ങയിലാണ് വെച്ചത്. എനിക്ക് 2-3 തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്നുള്ളൂ, ചെന്തെങ്ങും ഒരു നടന്നെങ്ങും. അപ്പോൾ നടന്നെങ്ങ തന്നെ ആ സമയത്ത് ഒരു 10-25 വീതം കായ് വീഴുന്നുണ്ടായി. മച്ചിങ്ങ പൊടിച്ചലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടില്ല. നല്ല കാഫലം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ ആ ഒരു 6 മാസത്തോളം നല്ലപോലെ തേങ്ങ ഒരു 3 കൊലയോളം നല്ല ഒരു 10-25 തേങ്ങയെങ്കിലും ഒരു കൊലയിൽ വീണ്ടുകൊണ്ട് വലിയ കേടില്ലായിരുന്നു, ഒന്നുമില്ലാണ്ട് കിട്ടി. ചെന്തെങ്ങലായിരുന്നെങ്കിൽ ഒരു 30-40 തേങ്ങ ഉണ്ടായിരുന്നു. തെങ്ങ് തന്നെ നിൽക്കുന്ന കാണാൻ തന്നെ നമുക്കൊരു ഐശ്വര്യമായിരുന്നു. ആ റബ്ബറിന് അപ്പോൾ ഞാനിങ്ങനെ റബ്ബറിന് കഴിച്ചപ്പോൾ റബ്ബറിന് മരുന്നുണ്ടെന്ന് പറഞ്ഞത് ഒരു ബോട്ടിൽ 60 മരത്തിന് അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 60 മരത്തിന് 180 ലിറ്റർ വെള്ളത്തിൽ 3 ലിറ്റർ വെള്ളം ഇത് ഒരു മരത്തിൻ്റെ ചെവിട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുക, തടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. അഗ്രോ ഫാർമ എന്ന് പറഞ്ഞ മരുന്ന് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ബോധ്യപ്പെട്ട മരുന്നാണ്. കാരണം എൻ്റെ ഒരു അനുഭവഫലമാണ്. ഞാൻ പറഞ്ഞില്ലേ 50-60 തൈമരം ഉണ്ടായിരുന്നതിൽ ഇപ്പം ഞാൻ 3 വർഷമായി 21 തൊട്ട് ടാപ്പ് ചെയ്യുന്നു. അന്നോട്ടാണ് വേണ്ട ഉപയോഗിക്കാൻ തുടങ്ങി. അന്നോട്ട് ഇതുവരെ ഒരു 60 മരം നിൽക്കുന്നതിൽ ഒരു 2-3 മരത്തിലെ ഈ വർഷം ചീക്ക് കണ്ടിട്ടുള്ളൂ. ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ചീക്കെന്ന് പറയുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരത്തിലും ചീക്ക് വന്ന ഒരു സമയമുണ്ട്. വെച്ചൊരു 3 വർഷം കഴിഞ്ഞ് ഇപ്പം മൊത്തമായ മരത്തിലും ചീക്കിൻ്റെ ഇതുണ്ടായിരുന്നു. അതിന് നമ്മൾ ഓടമിശ്രിതം തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു എനിക്ക് ഈ വർഷം ഒരു മരത്തെ പോലും ഞാൻ ചീക്ക് തേച്ച് കൊടുത്തിട്ടില്ല. കാരണം ചീക്ക കണ്ടിട്ടില്ല. 1-2 ചെറിയ കൊമ്പുകളാണ് ഉണങ്ങി നിൽക്കുന്നത്. അല്ലാണ്ട് ഒരു കൂടുതൽ തടിച്ചീക്ക ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഈ 50 മരത്തിൽ ഒരു 2 മരത്തിലും കണ്ട പട്ടമരപ്പ് കണ്ടിട്ടുണ്ട്. അല്ല പട്ടമരപ്പ് വേറെ വന്നിട്ടില്ല. ഈ വർഷം പിന്നെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസത്തിനോണ്ടുള്ള കറകുറവുണ്ട് മരത്തിന്. പക്ഷേ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച പ്രാവശ്യം എനിക്ക് നല്ല ആദായമാണ് കിട്ടിയത്. ആവശ്യമുള്ള ആ 2 തെങ്ങ് എനിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ 6 മാസത്തേക്കുള്ള തേങ്ങ സുഖമായിട്ട് കിട്ടും. കെമിക്കൽ വളം ഉപയോഗിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ വളം ഉപയോഗിക്കുമ്പോൾ അത് കൊണ്ടുവരാൻ തന്നെ നമുക്കൊരു എക്സ്പെൻസ് ഉണ്ട്. കാരണം ഒരു ചാക്ക് വളം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കൊണ്ടുവരണമെങ്കിൽ ഒരു 60 രൂപ 70 രൂപ വണ്ടിക്കൂലി മുടക്കണം. അല്ലെങ്കിൽ എൻ്റെ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി ഓടണം. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചെവിട്ടിലിട്ട് ഇതാകുമ്പോൾ നമുക്കൊരു ചെറിയ പാക്കറ്റിനകത്ത് സാധനം കിട്ടും. വീട്ടിൽ കൊണ്ടുവന്ന ആവശ്യമൊന്നും വെള്ളം മാത്രം മതി. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ ചവിട്ടി കൊണ്ട് ഒഴിക്കുന്നൊരു ഭാഗമുണ്ട്. അത് ഞാനും മക്കളും കൂടെ 2 മക്കളുണ്ട്, ആ മക്കളുണ്ട്. അവർ ഞാനും കൂടെ കൂടുതൽ ചെയ്യും. വൈഫ് ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പം പറമ്പിലെ പണി ഞങ്ങളെല്ലാവരും കൂടി ചെയ്യും. നല്ല ഒരു ഉൽപ്പന്നമാണെന്നാണ് എൻ്റെ അഭിപ്രായം. 100% എൻ്റെ അഭിപ്രായം നല്ലൊരു ഉൽപ്പന്നമാണ്. കാരണം നമുക്ക് അധ്വാന ഭാരം കുറവുണ്ട്. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ഓവറായിട്ടുള്ള സാമ്പത്തിക ഇത് വരുന്നില്ല. നമ്മൾ രാസവളം എടുക്കുന്ന പോലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നിച്ചുണ്ടാക്കേണ്ട. നമ്മളിപ്പോൾ ഞാനൊരു 3-4 ബോട്ടിൽ ഒന്നിച്ച് വരുത്തുകയാണ്.
എന്നുവെച്ചാൽ എനിക്ക് 60 മരത്തിന് കഴിക്കാൻ ഒരു ബോട്ടിൽ മതി. അപ്പോൾ ഈ വർഷം വരുത്തിയ ബോട്ടിൽ ഇനിയും മിച്ചം ഇരിപ്പുണ്ട്. 3 ബോട്ടിൽ വരുത്തിയതിൽ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്. അടുത്ത വർഷം ഫസ്റ്റ് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഞാനത് ഉപയോഗിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അന്നേരം വിളിച്ച് പറയും. ഇപ്പോൾ ഇവർ വിളിച്ചാൽ മതി, മിസ് കോൾ കണ്ടാൽ മതി, തിരിച്ചെന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ച സാധനം എൻ്റെ പോസ്റ്റിൽ വരും. വന്നു കഴിഞ്ഞിട്ട് പൈസ അടച്ചാൽ മതി. പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അടച്ചാൽ മതി. അല്ല വേറെ തപാലൊന്നും അല്ല വരുന്നത്, പോസ്റ്റ് ഓഫീസിൽ തന്നെയല്ലേ വരുന്നത്. അപ്പം അതും നമുക്കൊരു റിസ്ക് അല്ല. കാരണം എങ്ങനെ നമ്മുടെ പൈസ പോവുമോ എന്നുള്ളൊരു റിസ്ക് വേണ്ട. സാധനങ്ങളെല്ലാം നേരിട്ട് നമ്മുടെ കയ്യിൽ തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് തരും. അവിടെ പൈസ അടച്ച് നമ്മൾ മേടിച്ചാൽ മതി. സാധനം വന്നു കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായം 100% ഇത് ഉപയോഗിക്കാം.